ഹലോ മക്കളെ, ക്ലാസ് 12 CBSE എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ കൊല്ലം നോക്കുകയാണെങ്കിൽ ഈ ഒരു അക്കാദമിക് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ CBSE വളരെ മുൻകൂട്ടി നമ്മൾ അറിയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 2023-24 ബാച്ചിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ മുമ്പ് തന്നെ CBSE റിലീസ് ചെയ്തിരുന്നു. ഇതാ CBSE എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 2024 ഫെബ്രുവരി 15-ാം തീയതിയാണ് ഈ അക്കാദമിക് ഇയറിലെ നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. സോ എല്ലാവരും നോട്ട് ചെയ്യുക, വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഉള്ളത്. ഇതിപ്പോൾ നമുക്കറിയാം ജൂലൈ ഹാഫായി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ പറയുന്ന 5 മാസം, വേണമെങ്കിൽ പറയാം 6ാമത്തെ മാസമായ ജനുവരി ഉണ്ടെന്ന് പലവരും ചിന്തിക്കും. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു യാഥാർത്ഥ്യം പറയാനുണ്ട്, ഒരു ട്രൂത്ത് പറയാനുണ്ട്. 6 മാസം എന്ന് കൂട്ടുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റൊന്നുമല്ല. CBSE ബോർഡ് എക്സാം ഫെബ്രുവരി 15 വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മുൻ വർഷങ്ങളിൽ പണ്ടൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് CBSE പ്രാക്ടിക്കൽ എക്സാം ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 15 വരെ ഏകദേശം ഈ ഒരു ഡേറ്റിലാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത് പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് CBSE ബോർഡ് എക്സാം വളരെ മുൻകൂട്ടി വരുന്നതുകൊണ്ട് ഒരിക്കലും ഫെബ്രുവരി 1 to 15 ആയിരിക്കില്ല പ്രാക്ടിക്കൽസ് എന്താണ്, നേരെ ജനുവരി മാസം കയറി വരും. ജനുവരി 1 to 15 എന്ന് പറഞ്ഞ ഡേറ്റിലാണ് മോസ്റ്റ്ലി എല്ലാ പ്രാക്ടിക്കൽസ് നടന്നു പോവുക. അപ്പൊ അതുകൊണ്ട് ജനുവരി മാസം നമുക്ക് എന്താണ് അധികം പഠിക്കാനുള്ള സാഹചര്യം, അധികം പഠിക്കാനുള്ള സമയം ഉണ്ടാവുകയില്ല. മറ്റൊന്നും കൊണ്ടല്ല, +2 ബോർഡ് എക്സാം, +2 ബോർഡ് പ്രാക്ടിക്കൽസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. അത്രമേൽ പഠിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽസ് തന്നെയാണ് ക്ലാസ് 12 CBSE ബോർഡ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജനുവരി മാസം നമുക്ക് എന്താണ് അധികം പഠിക്കാൻ വേണ്ടി സമയമില്ല. വിച്ച് മീൻസ് ഈ കാണുന്ന 6 months ക്യാൻസൽ ആയിട്ട് എന്തായി, അത് 5 monthsലേക്ക് പോയി. ബാക്കിന് 5 മാസമുണ്ട്. ഈ പറയുന്ന 5 മാസത്തിൽ ഓൾമോസ്റ്റ് എല്ലാ CBSE സ്കൂളിലും 2 പ്രീ മോഡൽസ് ഉണ്ടാവും, 2 പ്രീ മോഡൽസ്. ഓക്കെ, ഫസ്റ്റ് പ്രീ മോഡൽ ഓൾമോസ്റ്റ് ഒരു നവംബർ മാസവും സെക്കൻഡ് പ്രീ മോഡൽ ഓൾമോസ്റ്റ് ഒരു ഡിസംബർ മാസവും. അപ്പൊ ഈ കാണുന്ന പ്രീ മോഡൽസ് പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്ത സംഭവം, എല്ലാവരും എന്താ, മോഡലിന് എങ്ങനെയെങ്കിലും മാർക്ക് ലഭിക്കണം, അതിനുവേണ്ടി കുറച്ച് ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോവുക, കൺസെപ്റ്റുകൾ പഠിക്കാതിരിക്കുക. ഓക്കെ, ഇതാണെന്ത് ആ ഒരു 2 മാസം ചെയ്യാൻ വേണ്ടി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, ഡിസംബർ മാസം നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടാൻ വേണ്ടി പാടില്ല. 2 കാരണം ഞാൻ പറയാം. 1, 5 വിഷയം എന്തായാലും എക്സാം ഉണ്ട്, ഇവിടെയും എന്താണ് 5 വിഷയത്തിന് എക്സാം വരും. സോ 5 ഉം 10 ദിവസമാണെന്ത് എക്സാമിനേഷൻ വരിക. ഓരോ എക്സാമിനിടയിലും ഓരോ ലീവ് കൂട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20 days നമുക്ക് എന്താണ് പ്രീ മോഡൽസിന് വേണ്ടി മാത്രം പോവും, എക്സാം എഴുതാൻ വേണ്ടി മാത്രം നമുക്ക് എന്താണ് 20 days പോവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, 5 മാസം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എന്താണ് ഒരു 4 months, 4 മാസമാണ് നിങ്ങൾക്ക് ഇനി പഠിക്കുവാൻ വേണ്ടിയുള്ളത്. ഈ പറയുന്ന 4 മാസമുള്ളതാണ് കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ പഠിച്ച് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. മക്കളെ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ കാണുന്ന 4 മാസം മാത്രമായി നമുക്ക് പഠിക്കുവാൻ വേണ്ടി. ഇനിയുള്ള സമയം കൃത്യമായിട്ടൊരു ചിട്ടയോട് കൂടിയുള്ള പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ CBSE ബോർഡ് എക്സാമിൽ 95% ടാർഗറ്റ് 95% എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. 95% എന്ന് പറയുമ്പോൾ 475 മാർക്ക് എബോവ് ആണ് പറയുന്നത്. വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് എത്തുവാൻ വേണ്ടി സാധിക്കും. എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുന്നു, കൃത്യമായിട്ട് സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ ക്ലാസ് 11 and 12 CBSE യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യൂ. അതിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കണ്ടന്റ്സ് എക്സ്ട്രാ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാം. ശനി ഞായർ ദിവസങ്ങൾ നമുക്ക് എന്താണ് നിങ്ങൾക്കുള്ള ലൈവുകളുണ്ട്. ഇതിന് പുറമെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള മൺഡേ നമ്മൾ MCQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. CBSE ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് MCQ നമ്മൾ എന്താണ് മൺഡേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെനസ്ഡേ വരുമ്പോൾ PYQ, ആ കാണുന്ന ചാപ്റ്ററിലെ എല്ലാ PYQ നമുക്ക് എന്താണ് വെനസ്ഡേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രൈഡേ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ദാറ്റ് ചാപ്റ്റർ. അപ്പോ ഇങ്ങനെ വെൽ പാക്ഡ് ആണെന്ത് നമ്മുടെ ഓരോ വീക്കും. ഇത്രമേൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത കുട്ടിക്ക് 95% എന്ന് പറയുന്ന മാർക്ക് വളരെ അച്ചീവബിൾ ആയിട്ടുള്ള മാർക്ക് തന്നെയാണ്. ഞാൻ പറയുന്നു, സൈലത്തിന്റെ MCQ സീരീസ് ആയിക്കോട്ടെ, സൈലത്തിന്റെ PYQ സീരീസ് ആയിക്കോട്ടെ, സൈലത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സീരീസ് ആയിക്കോട്ടെ, സൈലത്തിന്റെ ലൈവ് സീരീസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത കുട്ടിക്ക് 95% എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർക്ക് തന്നെയാണ്. നമുക്ക് ഒന്നിച്ച് പഠിക്കാം മക്കളെ. ടാർഗറ്റ് 95% എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കാൻ തന്നെ സാധിക്കും. സോ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പിന്നീട് വീഡിയോ കാണാം. ടിൽ ബൈ ഓൾ, താങ്ക് യു.